പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവന്റ് കഴിയുന്നതിന് ശേഷം WWE നടത്താൻ പോകുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവന്റ് ആണ്. അതിലെ ആദ്യ മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് കെവിൻ ഓവൻസ് എന്ന താരത്തിനെതിരെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. സ്മാക്ഡൗണിലെ കിഡിലൻ സ്റ്റോറി ലൈൻ അനുസരിച്ചുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ആദ്യ മത്സരമായി ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത്. പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിലേക്ക് ഈ ഒരു മത്സരം വരാൻ സാധ്യതകൾ കൂടുതലാണ്. മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസ് ഇന്ന് സ്പോർട്സ് ഇലിസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പങ്കുവച്ച കുറേയധികം പോയിന്റുകളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് നെറ്റ്ഫ്ലിക്സിലേക്ക് റോ എപ്പിസോഡ് മാറുമ്പോൾ റോമൻ റീൻസിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം റോമനോട് ചോദിച്ചപ്പോൾ റോമൻ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലേക്ക് റോ എപ്പിസോഡ് മാറുന്ന പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡിൽ റോമൻ അപ്പിയർ ചെയ്യുമെന്നുള്ളത് റോമൻ ഔദ്യോഗികമായി കൺഫേം ചെയ്തിരിക്കുന്നു. അപ്പോൾ റോമൻ റീൻസിൻ്റെ ഒരു അപ്പിയറൻസ് നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. റോമൻ റീൻസ് തുടർന്നുള്ള റോ എപ്പിസോഡുകളിൽ അപ്പിയർ ചെയ്യുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവും ഇല്ല എന്നാണ് റോമൻ പറയുന്നത്. റോമൻ റീൻസിന് അറിയാം നെറ്റ്ഫ്ലിക്സുമായിട്ട് WWE ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് വലിയ കരാറാണ് എന്നുള്ളത്. തൻ്റെ അപ്പിയറൻസ് വേണം എന്നുള്ളത് നിർബന്ധം പിടിച്ചാൽ താൻ വരും എന്നുള്ളതും തനിക്ക് അത്തരത്തിലുള്ള സ്പോട്ടുകൾ ഇഷ്ടമാണെന്നും റോമൻ റീൻസ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. രണ്ടാമതായി റോമൻ റീൻസ് പങ്കുവെക്കുന്നത് ദ റോക്കുമായി റസൽമേനിയ 40 ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് സങ്കടമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതായത് കോഡി റോഡ്സിനെ റോമൻ റീൻസ് നേരിടും എന്നുള്ളത് ആദ്യം നമ്മൾ വിചാരിച്ചു. പിന്നീട് റോക്കിന് വേണ്ടി കോഡി ആ ഒരു സ്പോട്ട് കൊടുത്തു. പിന്നീട് കോഡിക്ക് തന്നെ ആ ഒരു സ്പോട്ട് തിരികെ കിട്ടി. അപ്പോഴും റോമൻ റീൻസിൻ്റെ സ്ഥാനത്തിൽ യാതൊരുവിധ വ്യത്യാസവും വന്നിരുന്നില്ല. അപ്പോൾ റോമൻ റീൻസ് പറയുന്ന മറുപടിയും ഇത് തന്നെയാണ്. എല്ലാവർക്കും തനിക്കെതിരെ മത്സരിക്കാനാണ് താല്പര്യം. താൻ മെയിൻ ഇവൻറ്റിൽ അപ്പോഴും ഉണ്ട്. തനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ റോക്കിനെതിരെയുള്ള മത്സരം മാറിയതിൽ തനിക്ക് പ്രത്യേകിച്ച് വിഷമമില്ല. ഇനി വരുന്ന വർഷങ്ങളിലും ആ മത്സരത്തിൻ്റെ സാധ്യതകൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ റോമൻ വേഴ്സസ് റോക്ക് തമ്മിലുള്ള മത്സരത്തിൻ്റെ സാധ്യതകൾ റോമൻ തള്ളുന്നില്ല. മത്സരം നടക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ റോമൻ റീൻസ് പങ്കുവെക്കുന്നത്. പിന്നീട് ചോദിച്ചത് ഹോളിവുഡിലേക്ക് റോമൻ റീൻസ് കൂടുമാറുന്നതിനെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് റോമൻ റീൻസ് പങ്കുവെക്കുന്നുണ്ട്. താൻ ഉണ്ടാക്കിയെടുത്ത ചില ടൂൾസ് ഉണ്ട്, താൻ ഉണ്ടാക്കിയെടുത്ത ചില സ്കില്ലുകളുണ്ട്. അതൊക്കെ തനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ താൻ ഹോളിവുഡിലേക്ക് മാറും എന്നുള്ളത് റോമൻ റീൻസ് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ എന്നൊന്നും റോമൻ റീൻസ് പറയുന്നില്ല. പക്ഷേ റോക്ക്, ജോൺ സിന, ബാറ്റിസ്റ്റ തുടങ്ങിയവരെ പോലെ ഹോളിവുഡിലേക്ക് കൂടുമാറാൻ താല്പര്യമുണ്ട് എന്നുള്ളത് റോമൻ റീൻസ് വെളിപ്പെടുത്തുന്നുണ്ട്. ബാറ്റിസ്റ്റയെ പോലെ നല്ല കഥകൾ എടുത്ത് നല്ല ബിസി ആയിട്ടുള്ള ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് റോമൻ റീൻസ് പറയുന്നത്. അദ്ദേഹം നല്ല സ്റ്റോറികളിൽ അഭിനയിക്കണം. കുറേയധികം സിനിമ ചെയ്തിട്ട് കാര്യമില്ല. നല്ല കഥയുള്ള, നല്ല ക്രൂവിൻ്റെ ഒപ്പം നല്ല ഒരു ക്യാരക്ടറുള്ള അത്തരത്തിലുള്ള സ്റ്റോറി മാത്രമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും റോമൻ റീൻസ് പങ്കുവെക്കുന്നുണ്ട്. പുതിയ ആളുകളുമായിട്ട് വർക്ക് ചെയ്യാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളതും നല്ല കഥകളാണ് തനിക്ക് ഇഷ്ടം എന്നുള്ളതും കൂടുതൽ സിനിമകൾ ചെയ്ത് വലിയ പൈസ ഉണ്ടാക്കാനല്ല താൻ ശ്രമിക്കുന്നത് എന്നുള്ളതും റോമൻ റീൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഹോളിവുഡിലേക്ക് റോമൻ റീൻസ് മാറും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. റോമൻ റീൻസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് റോമൻ റീൻസ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ് അവസാനമായി പങ്കുവെക്കുന്ന ഒരു പോയിന്റ്. പോൾ ഹേമനെ സംബന്ധിച്ച് റോമൻ റീൻസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റീൻസ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും റൂമേഴ്സും താൻ കാണുന്നുണ്ട്. പോൾ ഹേമൻ്റെ തിരിച്ചുവരവ് കുറച്ചും കൂടി ഷേഡി ആയിട്ടുള്ളതായിരുന്നു. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് പോൾ ഹേമൻ തിരികെ വരുന്നത്. പോൾ ഹേമൻ്റെ ആ ഒരു വരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചതിക്കുമെന്നൊന്നും പോൾ ഹേമനെ സംബന്ധിച്ച് റോമൻ പറയുന്നില്ല. പക്ഷേ പോൾ ഹേമനെ സാധാരണ കാണുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് റോമൻ റീൻസും കണ്ടിട്ടുള്ളത് എന്നുള്ളതും പോൾ ഹേമൻ ഇത്രയും കാലം എവിടെയായിരുന്നു, താൻ വിളിച്ച ആ ഒരു ഫോൺ കോളിന് എന്തുകൊണ്ടും മറുപടി വന്നില്ല എന്നുള്ള ആ ഒരു സംശയങ്ങളും റോമൻ റീൻസ് ഇൻ്റർവ്യൂവിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ആ സ്റ്റോറി തന്നെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ റോമൻ റീൻസ് പറഞ്ഞു പോകുന്നത്. താൻ ഇപ്പോൾ മാറി നിൽക്കുന്നത് താൻ ഫാമിലിക്കൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. പോൾ ഹേമൻ അതുപോലെ തന്നെ മാറി നിൽക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ തിരികെ വന്നത്, അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തനിക്ക് അറിയണം. അങ്ങനെ കുറച്ച്
ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ബാക്കിയുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടണം എന്നുള്ളതും പോൾ ഹേമൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചും പോൾ ഹേമൻ്റെ തിരിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റത്തെ സംബന്ധിച്ചും റോമൻ റീൻസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പോൾ ഹേമൻ തൻ്റെ ഫാമിലിക്കൊപ്പം ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണെന്നും റോമൻ റീൻസ് പറയുന്നുണ്ട്. അപ്പോൾ പോൾ ഹേമൻ, റോമൻ റീൻസ് തുടങ്ങിയവർക്കിടയിൽ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയാണ് റോമൻ റീൻസ് സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പോൾ ഹേമൻ റോമൻ റീൻസിനെ ചതിക്കാനുള്ള സാധ്യതകൾ റോമൻ റീൻസ് കാണുന്നുണ്ട് എന്നുള്ളത് ഇൻ്റർവ്യൂവിൽ റോമൻ റീൻസ് തുറന്നു പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.